പോലെ നമ്മെ തിരുത്തുന്ന നല്ല ചങ്ങാതിമാർ വേറെയില്ല. മലയാളികളെ വായന പഠിപ്പിച്ച P.N. പണിക്കരുടെ ഈ വാക്യം മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു നോവൽ പരിചയപ്പെടുത്തുകയാണ്. പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആത്മകഥാ സ്പർശമുള്ള വേരുകൾ എന്ന നോവലിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. 1966 ഈ നോവൽ പ്രസിദ്ധീകരിച്ചത്. 1967 ഈ നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായി. വേരുകൾ മരങ്ങൾക്കാണുള്ളത്, എന്നാൽ മനുഷ്യന് വേരുകളുണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. 12 അധ്യായങ്ങളായിട്ടാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ ഈ നോവൽ എഴുതിയിട്ടുള്ളത്. കേരളത്തിലെ തമിഴ് അയർ കുടുംബത്തിന്റെ കഥയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ വേരുകൾ എന്ന നോവലിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ നോവലിൽ ഒട്ടനേകം കഥാപാത്രങ്ങളുണ്ട്, എന്നാൽ ഈ നോവലിലെ അതിപ്രധാന കഥാപാത്രമാണ് രഘു. രഘുവിന്റെ ഭാര്യയാണ് ഗീത. സമ്പന്നമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഗീത വളർന്നത്. സർക്കാർ ഉദ്യോഗസ്ഥനും നാട്ടുപുറത്തുകാരനായ രഘു അവൾ വിവാഹം കഴിക്കുന്നു. അവരുടെ മക്കളാണ് സുമയും അജയനും. രഘുവിന്റെയും ഗീതയുടെയും നാഗരിക തിരക്കുകൾക്കിടയിൽ കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. നഗരത്തിൽ തനിക്കും കുടുംബത്തിനും താമസിക്കുവാൻ ഒരു വലിയ സൗധം പടുത്തുയർത്തണം എന്ന ഗീതയുടെ ആവശ്യപ്രകാരം പൂർണ്ണ മനസ്സോടെയെങ്കിലും രഘു തന്റെ നാട്ടിലെ സ്ഥലം വിൽക്കാനായി തയ്യാറാകുന്നു. എന്നാൽ വളരെയധികം നാളുകൾക്ക് ശേഷം നാട്ടിലെത്തുന്ന രഘുവിന്റെ മനസ്സിലേക്ക് തന്റെ പഴയകാല ഓർമ്മകൾ കടന്നു വരുന്നു. അവിടെയാണ് തന്റെ സഹോദരിമാരായ അമ്മുലുവും ലക്ഷ്മിയും താമസിക്കുന്നത്. അവരോടൊപ്പമുള്ള സംഭാഷണങ്ങളും അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നതും ആ ദിവസങ്ങൾക്കിടയിൽ രഘുവിന്റെ മനസ്സിലേക്ക് വരുന്ന തന്റെ യൗവനത്തിന്റെയും അച്ഛനോടൊപ്പമുള്ള ബാല്യകാലത്തിന്റെ ഓർമ്മകൾ രഘുവിനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. മനുഷ്യന്റെ വേരുകൾ എന്ന് പറയുന്നത് താൻ പിറന്നു വളർന്ന തന്റെ ജന്മസ്ഥലമായ ഗ്രാമപ്രദേശമാണെന്ന് രഘു തിരിച്ചറിയുന്നു. തന്റെ പിതാമഹന്മാരുടെ ശേഷിപ്പുകൾ, തന്റെ പൈതൃകം താൻ നഷ്ടപ്പെടുത്തേണ്ടതില്ല, ഇവിടെയാണ് താൻ താമസിക്കേണ്ടെന്ന തിരിച്ചറിവ് രഘുവിനുണ്ടാകുന്നു. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ജീവിതകഥ തന്നെയാണ് രഘു എന്ന നാമത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യന്റെ വേരുകൾ തന്റെ ജന്മസ്ഥലമാണ് എന്നൊരു യാഥാർത്ഥ്യം നമുക്ക് ഈ നോവലിലൂടെ മനസ്സിലാകുന്നു. നാം മറ്റൊരിടത്തേക്ക് കുടിയേറുമ്പോൾ നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ പൈതൃകത്തെയാണ് നാം നഷ്ടപ്പെടുന്നത്. നാം നമ്മുടെ ജന്മസ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ നാം നമ്മുടെ നിലനിൽപ്പിനെയാണ് നഷ്ടപ്പെടുന്നത് എന്നൊരു വലിയ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ ഈ നോവൽ തുറന്നു കാട്ടുന്നു. നന്ദി. Hello everyone, myself Chilka. I'm here to tell a review of a book named Manhattan Beach. It is written by Jennifer Egan. She is the author of 5 precious books of fiction: A Visit from the Goon Squad, which won the Pulitzer Prize and the National Book Critics Circle Award; The Keep, the story collection Emerald City, Look at Me, a National Book Award finalist, and The Invisible Circus. Her work has appeared in The New Yorker, Harper's Magazine, Granta, McSweeney's, and The New York Times Magazine. The theme of the story is that Anna Carrigan, nearly 12 years old, accompanies her father to visit Dexter Stiles, a man who she claims is crucial to the survival of her family. She is mesmerized by the sea beyond the house and by some charged mystery between the two men. Years later, her father has disappeared and the country is at war. Anna works at the Brooklyn Naval Yard as the first female diver, the most dangerous and exclusive of occupations, repairing the ships that will help America win the war. One evening, at a nightclub, she meets Dexter Stiles again and begins to understand the complexity of her father's life, the reason he might have vanished. With the atmosphere of a thriller, Manhattan Beach is a deft, dazzling, propulsive exploration of a transformative moment in American history from one of the great writers of our time. Thank you. നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനായ ശ്രീ പെരുമ്പോടം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന പുസ്തകത്തെക്കുറിച്ചാണ്. മലയാളത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട ഒരു പുസ്തകമാണിത്. പെരുമ്പോടം ശ്രീധരൻ്റെ മികച്ച സൃഷ്ടികളിൽ ഒന്നാണിത്. 1993 ആണ് ഈ നോവൽ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്.
1996 വയലാർ അവാർഡ് നേടിയ നോവൽ ആണിത്. റഷ്യൻ സാഹിത്യകാരനായ ദസ്തയേവ്സ്കിയുടെ കഥയാണ് ഈ ബുക്കിൽ. ദസ്തയേവ്സ്കിയും അന്നയും തമ്മിലുള്ള കഥയാണ് ഇത്. ദരിദ്രനായ അനാഥനായ ഒരു മനുഷ്യൻ, ജീവിക്കാൻ വേണ്ടി എഴുതുന്ന ഒരാൾ. ചൂതുകളിക്കാരനായ മദ്യപാനിയായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. സ്തെല്യോവിസ്കി എന്ന് പറയുന്ന പ്രസാധകനു വേണ്ടി ദസ്തയേവ്സ്കി കരാർ അടിസ്ഥാനത്തിൽ ഒരു നോവൽ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. നവംബർ 1 മുൻപ് അത് കൊടുക്കണം. അല്ലെങ്കിൽ ദസ്തയേവ്സ്കി ഇതുവരെ എഴുതിയിട്ടുള്ളതും അടുത്ത 9 കൊല്ലത്തേക്ക് എഴുതാൻ പോകുന്നതുമായ എല്ലാ പുസ്തകങ്ങളും സ്തെല്യോവിസ്കിയുടേതായി മാറും. ഈ നോവൽ പകർത്തി എഴുതുന്നതിനായി ദസ്തയേവ്സ്കിയുടെ ഒരു ആരാധികയായ അന്ന എന്ന പെൺകുട്ടി വരികയാണ്. നോവലിലൂടെയുള്ള യാത്രയിൽ അവർ തമ്മിൽ പ്രണയിക്കുകയാണ്. ആരോടും പറയാത്ത വേദനകളൊക്കെ ദസ്തയേവ്സ്കി അവളോട് പങ്കുവയ്ക്കുന്നുണ്ട്. അന്നയുടെ സ്നേഹത്തിൻ്റെ ആ ശക്തി കൊണ്ട് മാത്രമാണ് ദസ്തയേവ്സ്കിക്ക് ആ നോവൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ദസ്തയേവ്സ്കി നവംബർ 1 ഒരു ദിവസം മുൻപ് തന്നെ ആ നോവൽ പൂർത്തീകരിച്ചു. സ്തെല്യോവിസ്കിക്ക് അത് ഏൽപ്പിക്കുന്നതിനായി അവർ രണ്ടുപേരും കൂടി പോവുകയാണ്. പക്ഷേ സ്തെല്യോവിസ്കിയെ സംബന്ധിച്ചിടത്തോളം ദസ്തയേവ്സ്കിക്ക് ആ നോവൽ എഴുതി പൂർത്തിയാക്കാൻ കഴിയരുത്. എന്നാൽ മാത്രമേ ദസ്തയേവ്സ്കി ഇതുവരെ എഴുതിയ നോവലുകളും അടുത്ത 9 വർഷത്തേക്ക് എഴുതാൻ പോകുന്നതുമായ നോവലുകളും തൻ്റെ പക്കൽ ആക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദസ്തയേവ്സ്കിയും അന്നയും വരുമ്പോൾ അയാൾ അവിടെ നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങനെ അവർ അത് കോടതിയിൽ ഏൽപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവർ കോടതിയിൽ ചെല്ലുമ്പോൾ കോടതി സമയം തീർന്നിരുന്നു. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ്. അവർ അവിടെ ചെന്നത് ഏൽപ്പിക്കുകയാണ്. ദസ്തയേവ്സ്കിയുടെ മനസ്സ് എന്താണെന്ന് നമ്മളെ അറിയിക്കുവാൻ ശ്രീ പെരുമ്പോടം ശ്രീധരൻ എന്ന എഴുത്തുകാരൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നന്ദി. ഞാൻ ഗ്രീഷ്മ. ഈ വായനാദിനത്തിൽ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് കുട്ടിക്കൃഷ്ണമാരായരുടെ ഭാരത പര്യടനമാണ്. വ്യാസൻ മഹാഭാരതത്തിൽ മൗനം പാലിച്ച സന്ദർഭങ്ങൾ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ നാവായി മാറുകയാണ് ഭാരത പര്യടനത്തിലൂടെ കുട്ടിക്കൃഷ്ണമാരാർ. 1950 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. മലയാള ഗദ്യസാഹിത്യത്തിലെ പ്രകാശഗോപുരങ്ങളിലൊന്നാണ് ഭാരത പര്യടനം. മനഃശാസ്ത്രപരമായി ഓരോ പുരാണ കഥാപാത്രങ്ങളെയും മാരാർ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നു. ഭാരത പര്യടനത്തിലെ ഒരധ്യായമാണ് യുദ്ധത്തിൻ്റെ പരിണാമം. ആ ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുന്നത്. യുദ്ധത്തിൻ്റെ പരിണാമത്തിൽ സംഭവിക്കുന്ന പ്രത്യാഘാതങ്ങളെയാണ് യുദ്ധത്തിൻ്റെ പരിണാമത്തിൽ മാരാർ എടുത്തുകാട്ടുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന സന്ദേശമാണ് യുദ്ധത്തിൻ്റെ പരിണാമത്തിൽ നമ്മൾക്ക് കാണിച്ചു തരാൻ ചോരവാർത്ത് കിടക്കുന്ന ദുര്യോധനൻ തന്നെക്കുറിച്ചോർത്ത് അഭിമാനിക്കുകയും താൻ തീർച്ചയായും സ്വർഗലോകത്തേക്ക് പോകുമെന്നും വിശ്വസിക്കുന്നു. തുടച്ചതഞ്ഞു കിടക്കുന്ന ദുര്യോധനനെ കണ്ട് പകമൂത്ത അശുദ്ധാത്മാവ് പാണ്ഡവ കൂടാരത്തിൽ കയറി കൂട്ടക്കൊല നടത്തി. അശുദ്ധാത്മാവ് അഥവാ ദ്രൗണി പകയുടെ പ്രതിരൂപമാണ്. ഇയാളെ എവിടെയും എപ്പോഴും കരുതിയിരിക്കണം എന്ന സന്ദേശമാണ് കുട്ടിക്കൃഷ്ണമാരാർ ഭാരത പര്യടനത്തിലൂടെ നമുക്ക് എടുത്തുകാട്ടുന്നത്. നമസ്കാരം, എൻ്റെ പേര് അശ്വതി. ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദി അൽക്കെമിസ്റ്റ് എന്ന പുസ്തകമാണ്. പൗലോ കൊയ്ലോ ആണ് ഇതിൻ്റെ രചയിതാവ്. 1988 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ദി അൽക്കെമിസ്റ്റ്. ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയ്ലോ എഴുതിയ അതിപ്രശസ്തമായൊരു നോവലാണ് ദി അൽക്കെമിസ്റ്റ്. ഒരു ആധുനിക ക്ലാസിക്കായി വാഴ്ത്തപ്പെട്ട ഈ കൃതി 1988 ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പോർച്ചുഗീസ് ഭാഷയിൽ രചിക്കപ്പെട്ട ഈ നോവൽ 67 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ജീവിച്ചിരിക്കുന്ന ഒരു സാഹിത്യകാരന്റെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടി. 150 രാജ്യങ്ങളിലായി 65 ദശലക്ഷത്തിൽ പരം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു. ആട്ടിടയനായ സാന്റിയാഗോ ഈജിപ്തിലെ പിരമിഡുകൾക്ക് സമീപം ഒരു നിധി ഉണ്ടെന്നൊരു സ്വപ്നം കാണുന്നു. ജീവിത സുഖമൊഴിച്ച് ഈ നിധി തേടിപ്പോകുന്ന സാന്റിയാഗോയുടെ യാത്രയും മുഖാമുഖം നടത്തുന്ന സ്ഥലങ്ങൾ, ആളുകൾ, സംഭവങ്ങൾ എന്നിവയും അവതരിപ്പിക്കുന്നു. സ്വപ്നം വിശകലനം ചെയ്യുന്ന വൃദ്ധ, രാജാവെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആൾ, ബേക്കറിക്കാരൻ, മരുഭൂമിയിൽ സ്ഫടികപാത്രം വിൽക്കുന്നയാൾ, മരുഭൂമിയും ഒരു പ്രധാന കഥാപാത്രമാകുന്നു. ഫാത്തിമയെ കണ്ടെത്തിയ ഇടവേളയ്ക്കു ശേഷം സാന്റിയാഗോയുടെ യാത്ര വീണ്ടും തുടരുന്നു.
ലക്ഷ്യസ്ഥാനത്തെത്തിയെങ്കിലും ജീവിതയാത്രയുടെ നിരർഥകത വെളിപ്പെടുത്തുന്ന മട്ടിലായി അവന്റെ യാത്രയുടെ അവസാനം. ലോകം ചുറ്റി സഞ്ചരിക്കാനും നിധികൾ കണ്ടെത്താനും സ്വപ്നം കാണുകയും തന്റെ ആഗ്രഹങ്ങളുടെ ദിശയിൽ നടക്കാൻ ധൈര്യപ്പെടുകയും ചെയ്യുന്ന ഇടയൻകുട്ടി. തന്റെ വിധി വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും മികച്ചത് മനസ്സിലാക്കാൻ അദ്ദേഹം സ്പെയിനിലെ തന്റെ വീട്ടിൽ നിന്നും ടാൻജിയേഴ്സിന്റെ ചിന്തകളുടെ വലിയ ഈജിപ്ഷ്യൻ മരുഭൂമിയിലേക്കും യാത്ര ചെയ്യുന്നു. അവൻ കബളിപ്പിക്കപ്പെടുന്നു, സ്നേഹം അനുഭവിക്കുന്നു, നഷ്ടപ്പെടുന്നു, പണം സമ്പാദിക്കുന്നു, മറ്റൊരു ഭാഷ പഠിക്കുന്നു, വ്യത്യസ്ത ആളുകളെ കണ്ടുമുട്ടുന്നു, സുഖകരവും അത്ര സുഖകരവും അല്ലാത്തതുമായ സാഹചര്യങ്ങൾ സ്വയം കണ്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ യാത്ര സാഹസികതയും പാഠങ്ങളും നിറഞ്ഞതാണ്. അതേസമയം ഒരു രാജാവിനെയും മരുഭൂമിയിലെ സ്ത്രീയെയും ഒരു അൽക്കെമിസ്റ്റിനെയും കണ്ടുമുട്ടാനുള്ള പദവിയും അദ്ദേഹം കണ്ടെത്തുന്നു. ഓരോ വ്യക്തിയും വായിച്ചിരിക്കേണ്ട പുസ്തകം ഇതിലെ യാത്ര എന്നത് ജീവിതമാണ്. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും തൊട്ടൊരുമ്മിയുള്ള രചന. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മലയാള സാഹിത്യത്തിൽ ചങ്ങമ്പുഴയുടെ രമണയ്ക്ക് ശേഷം നാഴികക്കല്ലായി മാറിയ ബെന്യാമിൻ്റെ ആടുജീവിതത്തെയാണ്. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇതാണ് പുസ്തകത്തിൻ്റെ പുറംചട്ടം. ഇത്തരമൊരു വാക്യത്തിൻ്റെ ആവശ്യകത നമുക്ക് നോവലിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. ഒരു മനുഷ്യന് നീതി കയറാനോ അതുമല്ലെങ്കിൽ ജീവിച്ചു തീർക്കാനോ പറ്റാത്ത സാഹചര്യങ്ങളാണ് നോവലിലെ കഥാപാത്രമായ നജീബിൻ്റേത്. ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ തീരപ്രദേശമായ സ്ഥലത്താണ് നോവലിലെ നായകനായ നജീബിൻ്റെ ജനനം. അങ്ങനെ പുഴയും കായലും കടലും കടന്ന് നജീബ് സൗദിയിലേക്ക് ഓഫീസ് ജോലിക്കായി പോകുന്നു. ധാരാളം പ്രതീക്ഷകളോട് കൂടിയാണ് നജീബ് സൗദിയിലേക്ക് എത്തിച്ചേരുന്നത്. നജീബും ഹക്കീം എന്ന യുവാവും ഇരുവരും സൗദിയിൽ എത്തി നിൽക്കുകയാണ്. അവിടെ അവരെ കാത്തു നിൽക്കുന്ന അറബാബ് അവരെ മഹസ്ര എന്ന് പറയുന്ന ആടിനെ വളർത്തുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരൊട്ടും പ്രതീക്ഷിച്ചിരുന്ന കാഴ്ചകളല്ലായിരുന്നു ഇവരെ കാത്തിരുന്നത്. ആകെയുള്ളത് ചുറ്റും മരുഭൂമി, ആടുഫാപം മാത്രം. അവിടെ അറബാബും ഹക്കീമും നജീബും മാത്രം. ചെന്നപ്പോൾ ഒരാളുണ്ടായിരുന്നെങ്കിലും അന്നേ ദിവസം തന്നെ അയാൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് നോവലിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കുടിക്കാനോ കുളിക്കാനോ പറ്റാതെ ഭക്ഷണം പോലും കിട്ടാതെ നജീബിന് വർഷങ്ങൾ തള്ളി നീക്കേണ്ടി വന്നു. അവിടെ നിൽക്കുമ്പോൾ തൻ്റെ ഭാര്യയെക്കുറിച്ചും നാടിനെക്കുറിച്ചുമുള്ള ചിന്തകൾ ഇയാളെ നിരന്തരം വേട്ടയാടുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാനായി നടത്തുന്ന നജീബിൻ്റെ കഠിന ശ്രമങ്ങളെയാണ് നോവലിൻ്റെ ബാക്കി ഭാഗത്ത് രേഖപ്പെടുത്തുന്നത്. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് അനു ദേവിസ്കെ. ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന നോവലിൻ്റെ പേരാണ് പാത്തുമ്മയുടെ ആട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. 1959 പ്രസിദ്ധീകരിച്ച ഈ നോവലിൽ പെൺകുട്ടികളുടെ ബുദ്ധി എന്നൊരു പേരും കൂടിയുണ്ട്. ബഷീറിന്റെ അമ്മയും സഹോദരിയും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിൽ ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിയുന്നത്. അവിടെ നടക്കുന്ന ദിനചര്യയായ സംഭവവികാസങ്ങൾ തന്റെ തനതു ശൈലിയിൽ വിവരിക്കുകയാണ് ബഷീർ. ഈ നോവലിൽ ആ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളും എന്നും വേണ്ട ബഷീറിന്റെ സഹോദരി പാത്തുമ്മ വളർത്തുന്ന ആട് വരെ ഈ കഥയിൽ കഥാപാത്രങ്ങളാണ്. ഞാൻ റിയ, +1 വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ ഒരു പുതിയ പുസ്തകത്തെ നിങ്ങൾക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ്. പേര് മെർക്കുറി ഐലൻഡ്. ഇത് എഴുതിയത് ആലപ്പുഴ സ്വദേശിയായ അഖിൽ പി ധർമ്മജനാണ്. ഇനി ഈ പുസ്തകം പിറവിയെടുത്ത സാഹചര്യത്തെക്കുറിച്ച് പറയാം. 17ാമത്തെ വയസ്സിലാണ് അഖിൽ മെർക്കുറി ഐലൻഡ് എഴുതി തുടങ്ങുന്നത്. ഇതിനിടയിൽ ഓജോബോർഡ് എന്നൊരു മറ്റൊരു നോവലും കൂടി അദ്ദേഹം എഴുതി. ഓജോബോർഡ് ഏതാണ്ട് 1.5 വർഷത്തോളം എടുത്തു. അത് എഴുതി കഴിഞ്ഞു. എന്നിട്ടും മെർക്കുറി ഐലൻഡ് പണിപ്പുരയിൽ തന്നെയായിരുന്നു. ഇതിനിടയിൽ ഫേസ്ബുക്കിൽ മെർക്കുറി ഐലൻഡിന്റെ അധ്യായങ്ങൾ ആയി ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. മുഴുവിപ്പിക്കാതെ ഇട്ടിരുന്നുവെങ്കിലും വായനക്കാരുടെ പ്രതികരണവും പിന്തുണയും കൊണ്ട് അദ്ദേഹം മെർക്കുറി ഐലൻഡ് ഒരു പുസ്തകമാക്കാൻ തീരുമാനിക്കുകയാണ്. 8 വർഷം കഴിഞ്ഞാണ് ഈ പുസ്തകം എഴുതി കഴിയുന്നത്. 2018 മെർക്കുറി ഐലൻഡ് ഒരു പുസ്തകമാക്കുകയാണ്. ഇനി ഇതിൽ
ഇനി ഇതിലെ കഥയെപ്പറ്റി നമുക്ക് പറയാം. അമേരിക്കയിലാണ് ഈ കഥ നടക്കുന്നത്, ഫ്ലോറിഡയിൽ വെച്ച്. അവിടുത്തെ ഒരു കോളേജ് പ്രൊഫസറാണ് നിക്കോസ്. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം തൻ്റെ ഓഫീസിലേക്ക് കയറി വന്ന് തനിക്കൊരു രാജിക്കത്ത് വേണമെന്ന് പറയുകയാണ്. ഒരു യാത്ര പോകുവാനാണ്, പക്ഷെ അത് എന്തിനാണെന്നോ എങ്ങോട്ടാണെന്നോ അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം മുതൽ അദ്ദേഹം കോളേജിൽ വരാതെയായി. ഇത് കാരണം കൊണ്ട് പ്രൊഫസർ പോയത് കൊണ്ട് പല കുട്ടികളും കോളേജിലേക്ക് വരാതെയായി. പക്ഷെ അങ്ങനെ അടങ്ങിയിരിക്കാൻ മനസ്സില്ലാത്ത അദ്ദേഹത്തിൻ്റെ ചില വിദ്യാർത്ഥികൾ സാറ് എവിടെ പോയി എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോഴാണ് അവർ സത്യം അറിയുന്നത്. ലോകത്തിലെ അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന കടൽ യാത്രക്കാരുടെ പേടി സ്വപ്നമായ ബെർമുഡ ട്രയാങ്കിൾ എന്ന സ്ഥലത്താണ് അദ്ദേഹം പോയതെന്ന് അവരറിയുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്താൽ കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും സാറിൻ്റെ കൂടെ പോകേണ്ടി വരികയാണ്. പിന്നീട് അവിടെ ഉണ്ടാകുന്ന പേടിപ്പെടുത്തുന്ന അന്തരീക്ഷവും ജീവനെടുക്കുന്ന കെണികളെയും അവിടെയുള്ള കുറേ വിശ്വസിക്കാനാവാത്ത കുറേ കാര്യങ്ങളുമാണ് ഈ മെർക്കുറി ഐലൻഡ് എന്ന ഈ പുസ്തകത്തിലുള്ളത്. ഇനി ഇതിലെ ഭാഷാരീതി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് അഖിൽ പി ധർമ്മജൻ എഴുതിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിലാകണമെന്ന എന്ന പോലെയാണ് അദ്ദേഹം ഈ മെർക്കുറി ഐലൻഡ് എഴുതിയിരിക്കുന്നത്. വളരെ ത്രില്ലിംഗ് ആയതും ഒട്ടും പ്രതീക്ഷിക്കാത്ത സസ്പെൻസുമാണ് ഈ മെർക്കുറി ഐലൻഡ് എന്ന നോവൽ സൃഷ്ടിച്ചിരിക്കുന്നത്. താങ്ക് യു. Book review of Wings of Fire. It is a autobiography of APJ Abdul Kalam. It is published by Universities Press. 275 is the book's price. Abdul Kalam is known as the Missile Man of India, was one of the nation's most distinguished scientists. He served as the 11th President of India between 2002 and 2007. He is recipient of India's 3 highest civilian awards, the Padma Bhushan, the Padma Vibhushan and the Bharat Ratna. Wings of Fire is an autobiography of APJ Abdul Kalam, written jointly by Arun Tiwari and Abdul Kalam. It covers Kalam's early life and his works in Indian space research and Indian missile program. It is a story of a boy from a humble background who went on to become a key player in Indian space research and Indian missile program. With books contain 24 photos and it is filled with loads of science, stories of friendship, religion and family. With this book, Dr. Kalam messages to spiritual and insane men.